സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ഒന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫ്രൂട്ട് ബേയിൽ പോവുകയാണ്. ബെറി ആപ്പ് കഴിക്കണമെന്ന് ഒരുപാട് ദിവസമായി ആഗ്രഹം. അങ്ങനെ ഇന്ന് നമ്മൾ ബെറി ആപ്പ് കഴിക്കാൻ വേണ്ടി യാത്ര പോവുകയാണ്. മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. കോഴിക്കോടുള്ള ഫ്രൂട്ട് ബേയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് പോകുമ്പോൾ നമുക്ക് മറ്റുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ ബാക്കിലുണ്ട്. അങ്ങനെ നമ്മൾ നാട് കവർ ചെയ്ത് നമ്മൾ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. രാവിലെ ഒരു 11 മണിയോടെയാണ് നമ്മൾ പുറപ്പെട്ടത്. ഏകദേശം നമ്മൾ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. ആദ്യം ഫ്രൂട്ട് ബേ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റുള്ള പർച്ചേസിങ് ഒക്കെ. പ്രശസ്തരായ ഒരുപാട് ആളുകളുടെ വീഡിയോ ഉണ്ട് ബെറി ആപ്പ് കഴിക്കുന്ന. അത് കണ്ട് കൊതി വെച്ച് മക്കൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് നമ്മൾ ബെറി ആപ്പ് കഴിക്കാൻ പോവാന്ന്. എന്തായാലും ആ ഒരു സ്വപ്നം സാധിച്ച് കൊടുക്കണം എന്നുള്ള പുറപ്പാടിലാണ്. കോഴിക്കോട് യാത്ര വളരെ രസകരമായൊരു യാത്ര തന്നെയാണ്. ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കോഴിക്കോട് പോകുന്നുണ്ട്. നല്ല നല്ല ബിൽഡിങ്ങുകളും അതുപോലെ നല്ല റോഡ് സൈഡിൽ രണ്ടും നല്ല മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബോറടിപ്പിക്കാത്തൊരു യാത്രയാണ് കോഴിക്കോട് പോകുമ്പോൾ. യാത്രയിലുടനീളം നമ്മുടെ കോഴിക്കോടിനെ കുറിച്ചുള്ള പാട്ടും ഒക്കെയായി വളരെ രസകരമായിരുന്നു ആ ഒരു യാത്ര. ഗൂഗിൾ മാപ്പിലെ സുന്ദരി പറഞ്ഞു തരുന്ന ഓരോ വഴിയിലൂടെയും നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബെറി ആപ്പ് എന്ന ബോർഡ് കാണാൻ സാധിച്ചു. വളരെ ഹാപ്പി ആയിട്ട് കുട്ടികളെല്ലാവരും എത്തി നോക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളൊരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഈ ഒരു യൂട്ടേൺ അടിച്ചിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അതിനൊരുപാട് സമയമെടുക്കും. കാഴ്ചകൾ മനോഹരമായതുകൊണ്ട് തന്നെ കുട്ടികൾ ഓരോ കാര്യങ്ങളും നോക്കി വീഡിയോ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ഫ്രൂട്ട് ബേയുടെ ബോർഡിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഫ്രൂട്ട് ബേ നല്ല പിങ്ക് കളറിൽ വൈറ്റ് അക്ഷരം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ലാൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ലാൻഡ് ചെയ്തു. ഇതാണ് ഫ്രൂട്ട് ബേ. അങ്ങനെ ഇതാണ് കേട്ടോ പ്യുവർ ഫ്രൂട്ട് ലവ്. നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഇനി നമുക്ക് ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെ ഓരോ വിഭവങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ബെറി ആപ്പ് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും സന്തോഷമായിട്ട് വന്നത്. അങ്ങനെ നമ്മൾ ബെറി ആപ്പ് ഓർഡർ ചെയ്തു. അതിനു മുമ്പായിട്ട് നമ്മൾ ആ ഒരു ചലഞ്ചിങ് ജ്യൂസാണ് ഓർഡർ ചെയ്തത്. വളരെ കുഞ്ഞു ഗ്ലാസ്സിൽ പലതരം ജ്യൂസുകൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ലെമണും ഓറഞ്ചും വാട്ടർ മെലണും ഒക്കെ ആയിട്ട് ഇതുപോലെ ഒരു മരത്തിൻ്റെ സ്റ്റാൻഡിൽ ചെറിയ ഗ്ലാസ്സുകൾ ഇറക്കി വെച്ചിട്ടാണ് നമുക്ക് കൊണ്ടു തന്നത്. ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഗ്രേപ്പിൻ്റെ ജ്യൂസാണ്. അങ്ങനെ നമ്മുടെ ബെറി ആപ്പ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിലാണ് കേട്ടോ ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് എടുക്കുന്നത്. കാണിച്ചു തരാം. 2 ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒന്ന് സ്ട്രോബെറിയുടെ ബെറി ആപ്പും ഒന്ന് ബ്ലൂബെറിയുടെ ബെറി ആപ്പുമാണ്. എന്തായാലും ബെറി ആപ്പ് കഴിക്കുന്ന രീതി ഒരു വ്യത്യസ്തമാണ്. നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ഒരു ഗ്ലാസ് ഇതുപോലെ അങ്ങ് ഉയർത്തിയാൽ ഈ ഒരു രീതിയിലാണ് ബെറി ആപ്പ് അതിലേക്ക് ചാടി ഇതുപോലെയാണ് നമ്മൾ കഴിക്കാൻ അത് റെഡിയാക്കുന്നത്. അങ്ങനെ നമ്മൾ ബെറി ആപ്പ് പ്ലേറ്റിലേക്ക് ചാടിച്ച് എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും സെയിനും ഒന്നിൽ നിന്നാണ് കഴിച്ചു തുടങ്ങിയത്. വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി. ഇതൊക്കെ നമ്മൾ ലൈഫിൽ അനുഭവിച്ചറിയാൻ തന്നെ വേണം. ആ ഒരു ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റ്. യോഗേട്ടും അതുപോലെ ഐസ്ക്രീം, ഓട്സ്, നട്ട്സ് ഇതെല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റാണ്.
അങ്ങനെ എല്ലാവരും ഹാപ്പിയോടെ തന്നെ ബെറിയാപ്പ് കഴിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ പ്ലേറ്റൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്നും ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കാണ് പോകുന്നത്. തൽക്കാലം ഫ്രൂട്ട് ബേയോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വീണ്ടും മനോഹരമായ റോഡരികിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര പോവാണ്. ഇനി മിഠായിത്തെരുവ്, അതുപോലെ ഹൈലൈറ്റ് മാള് ഒക്കെ കവർ ചെയ്യാനുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ നെസ്റ്റോയിലൊന്ന് കയറി പഴയ ആ ഗൾഫിൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തീരുമാനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് മാളിൻ്റെ കവാടത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളത് ബെഡ്ഷീറ്റാണ്. ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ ഹോം സെൻറ്ററിലാണ് നമ്മൾ ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് കിച്ചൺ ഓർഗനൈസറൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയക്ക് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറ്റി വിട്ട് ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. മുമ്പത്തെ പോലെ തിരക്കൊന്നുമില്ല, കൊറോണ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് മനസ്സ് മുഴുവൻ ഹോം സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള ബെഡ്ഷീറ്റും കാഴ്ചകളൊക്കെയാണ്. ഈ ഒരു ഭാഗം നിറയെ ഷോപ്പുകളാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹോം സെൻറ്റർ ലക്ഷ്യമാക്കിയിട്ട് നടക്കുന്നുണ്ട്. ഹോം സെൻറ്ററിൽ നമ്മളെത്തി. അവിടെ കാണുന്ന ഓരോ സാധനങ്ങളും അടുക്കിപ്പെറുക്കി മനോഹരമാക്കി വെച്ച കാഴ്ചകളും കാണാൻ വളരെ രസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓരോ ഐറ്റം ബെഡ്ഷീറ്റും അതുപോലെ കംഫോർട്ടും ഒക്കെ ഉണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. 3500 രൂപ റേറ്റ് ഉണ്ട്. ഓഫർ റേറ്റാണ്. 4000 സംതിങ് ആണ് അതിൻ്റെ റേറ്റ്. ഇനി ബെഡ്ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിക്കാം. വിരിച്ചിട്ടുള്ള ഭംഗിയും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ഓർഗനൈസറൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ നെസ്റ്റോയിലാണ് പോയത്. നെസ്റ്റോയിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾ, അതുപോലെ ഫിഷും ഇറച്ചിയും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ഇനി കുറച്ച് വെളിച്ചെണ്ണ, നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ വാങ്ങിയതിന് ശേഷം നെസ്റ്റോനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും യാത്ര പറഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അതിനു വേണ്ടിയുള്ള തിരക്കിലാണ്. എല്ലാവർക്കും വിശന്നിട്ടുണ്ട്. അവിടെ നിന്നും മടങ്ങി പിന്നെ നമ്മൾ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് വലിയൊരു ഫ്ലക്സ് കണ്ടിരുന്നു, മലബാർ മസാല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഹോട്ടലിലാണ് കയറിയത്. ടേബിളിലൊക്കെ ഒരു വടക്കൻ വിഭവഗാഥ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഞണ്ട് റോസ്റ്റൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സെയിൻ ആദ്യം തന്നെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊന്നും കാണിക്കുന്നില്ല, കാരണം കഴിക്കാൻ കിട്ടിയ ആക്രാന്തത്തിൽ നമ്മൾ അതൊന്നും കാണിക്കാതെ അടിപൊളിയായിട്ട് കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി. ഇനി നേരെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ യാത്രയാണ്. സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിയാവുന്ന സമയത്ത് വീട്ടിലെത്താനുള്ള രീതിയിൽ നമ്മൾ റിട്ടേൺ പോന്നിട്ടുണ്ട്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളും മറ്റുള്ളതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ടുനിന്ന പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.